വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസ്. കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് താനെന്നും മേയർ. ഈ കൗൺസിലിന്റെ കാലാവധിയിൽ 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ കോർപ്പറേഷനിൽ നടപ്പിലാക്കിയത്. സ്വതന്ത്രനായി പ്രവർത്തിക്കാനും ഭരിക്കാനും LDF നൽകിയ പിന്തുണ വലുതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിച്ചതിന്റെ ഭാഗമായാണ് ഈ കോർപ്പറേഷനകത്ത് ഈ 1500 കോടി രൂപയുടെ വികസനം ചെയ്യാൻ എനിക്ക് പറ്റിയത്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും എം.കെ. വർഗീസ് പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ല. CPM ആവശ്യപ്പെട്ടാലും ഞാൻ കോർപ്പറേഷനിൽ മത്സരിക്കില്ലെന്ന്. LDFൽ തുടരുമോ, കോൺഗ്രസിലേക്ക് മടങ്ങുമോ, അവസരം ലഭിച്ചാൽ BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിടിതരാത്ത ഉത്തരമായിരുന്നു മറുപടി. പാർട്ടി എല്ലാം തുല്യമാണ്, പക്ഷെ ആ പ്രവർത്തനമാണ് വിലയിരുത്തൽ. 3 മാസം ഞാൻ ഇത് കഴിഞ്ഞാൽ റെസ്റ്റില്ല, 5 വർഷത്തെ റെസ്റ്റ്. കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നില്ലെന്ന BJPയുടെ ആക്ഷേപത്തെ തള്ളിയ മേയർ MP ആയിരിക്കെ സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൃശൂർ കോർപ്പറേഷനിലാണെന്നും വ്യക്തമാക്കി. ഇതുവരെ സുരേഷ് ഗോപി എനിക്ക് MP ആയിരുന്നപ്പോൾ തന്നിട്ടുള്ള 1.5 കോടി രൂപ, അതാണ് ഇപ്പൊ ശക്തൻ മാർക്കറ്റിനകത്ത് നമ്മളത് പൂർത്തീകരിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശൂർ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൽ പോലും സുരേഷ് ഗോപി തന്ന ഒരു പ്രൊജക്ട് നടപ്പിലാക്കിയത് ഞാൻ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിയായ ശേഷം പദ്ധതികൾ വിഭാവനം ചെയ്യുകയോ അറിയിക്കുകയോ സുരേഷ് ഗോപി ചെയ്തിട്ടില്ല. ഇനിയും കൂടിയാലോചനകൾക്ക് തയ്യാറാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നാളിതുവരെ ഒരു MP എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്ന നിലയ്ക്ക് ഒന്നില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുക, ഏത് സ്റ്റേജിൽ വന്നിരിക്കാം, നമുക്ക് എന്താണെന്നുള്ള ഒരു സിസ്റ്റം, ഒരു DPR ഉണ്ടാക്കാം, ഒരു പദ്ധതി പോലും ഇന്ന് വരെ എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചൂണ്ടിൽ നിന്ന് ആരംഭിച്ച് ശോഭ സിറ്റിയിൽ വന്ന് കണക്ട് ചെയ്യിപ്പിച്ച് നേരെ അത് കൊണ്ടുപോയി ഷൊർണൂർ റോഡിലേക്കും മണ്ണുത്തിയിലേക്ക് കണക്ട് ചെയ്യുന്ന എലിവേറ്റഡ് ഹൈവേ, അതിന് 3000 കോടി രൂപയാണ്. അതിൻ്റെ ഒരു പ്രൊജക്ട് ഞാൻ നേരിട്ട് ഗഡ്കരിക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പി ഇദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും നാളെ ഇതുവരെ ഒന്നും സബ്ജക്ട് ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട് സൂപ്പർ ലീഗ് കേരള ടീമിന്റെ ഹോം ഗ്രൗണ്ടായി മാത്രമാണ് നൽകിയത്. അതിനപ്പുറം യാതൊരു അധികാരവും കൈമാറിയിട്ടില്ല. ഖേലോ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ടിട്ട് 3 വർഷമായി. എന്നാൽ ഇതുവരെയും നടപടിയായിട്ടില്ല. ഇനിയും കാത്തിരിക്കാൻ കഴിയില്ലെന്നും അതിനാലാണ് ഫുട്ബോൾ ഗ്രൗണ്ട് മാജിക് FCക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ 3 വർഷം മുമ്പ് ഞങ്ങൾ എടുത്ത തീരുമാനത്തിനകത്ത് ഇതുവരെ ഒരു നടപടിക്രമം ആയിട്ടില്ല. ഈ പറയുന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിന് നിൽക്കുന്ന സ്ഥലം വിട്ട് യാതൊരു കാരണവശാലും നമ്മൾ തൊട്ടപ്പുറത്ത് അത് വൈഡായിട്ട് പണിയില്ല എന്നും ഈ പറഞ്ഞ പോലെ ഒരു അധികാരവും അവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അസറ്റ് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. അവർക്ക് ഇവിടെ കളിക്കാനുള്ള ഒരു അംഗീകാരം ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ കളിക്കുന്നവർക്കൊക്കെ കളിക്കുകയും ചെയ്യാം. TCV തൃശൂർ.